കുറേ വർഷങ്ങൾക്ക് മുൻപ് ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. എന്നോട് കളിക്കണ്ട ഉണക്കപ്പുട്ടേ, മൈസൂർ പഴം കൂട്ടി അടിക്കും നിന്നെ, വേണ്ട മോനെ ഇക്കളി വേണ്ട, വല്ലാണ്ടായാലില്ലാണ്ടാകും. ദിൽഹേ ഷാഫി എന്ന് പറയുന്ന നമ്മുടെ കൊല്ലം ഷാഫിയുടെ പേരിൽ ഇറക്കിയ 10 പാട്ടുകളുടെ CD-യുടെ ഒരു പാക്കിൽ ദി പുട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷ്വൽ ചെയ്തിട്ടുള്ള ഒരു പാട്ടിൻ്റെ വരികളാണ് ഞാൻ പാടിയത്. ഈ പാട്ട് അന്ന് വിഷ്വൽ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് പാട്ടിന് മുൻപ് കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇൻട്രൊഡക്ഷൻ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ലിയോൺ കെ തോമസ് എന്ന് പറയുന്ന സംവിധായകൻ ഒരു സിനിമ സ്റ്റൈലിലാണ് അതിലെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. അതിനകത്ത് 2 കഥാപാത്രങ്ങൾ ഫസ്റ്റ് വന്നിട്ടുണ്ട്. ഒന്ന് അത്ഭുതദ്വീപിലെ നമ്മുടെ മുക്കം ബാലകൃഷ്ണേട്ടൻ, അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു വില്ലൻ പരിവേഷത്തിൽ ഒരു ജിമ്മനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സാബിത് വെള്ളയിൽ. ആ പാട്ടിന് ശേഷം അദ്ദേഹം ഒരുപാട് പാട്ടിൽ അഭിനയിച്ചു. ഇപ്പോൾ അദ്ദേഹം നല്ലൊരു ബിസിനസ്മാനാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം കെട്ടിപ്പടർത്തുയർത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ പരിചയപ്പെടാനും സാബിത് വെള്ളയിൽ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠതുല്യനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സാബിക്കയെ പരിചയപ്പെടുത്തുകയാണ്. എന്തായാലും ഈ ഒരു പരിപാടി എൻ്റെ പ്രിയപ്പെട്ട കമ്മത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. കാരണം നമ്മൾ പണ്ട് ആൽബം ചെയ്യുന്ന സമയത്ത് രസകരങ്ങളായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് എന്താ പറയുക വർക്കിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസും ഇന്ന് അവരൊക്കെ എവിടെ എന്നുള്ള ചോദ്യത്തിൽ ഞാൻ ഇന്ന് മുന്നിൽ സാബിത്ക്കാണ് എൻ്റെ മുന്നിലുള്ളത്. സാബിത് വെള്ളയിൽ. സാബിക വാലൈക്കും സലാം. സാബിക, പണ്ട് നമ്മൾ പാട്ട് ചെയ്ത സമയത്ത് ബാലകൃഷ്ണൻ ബോൾ ചെയ്യുന്നു, സാബിത്ക്ക വരുന്നു, പിന്നെ സാബിത്ക്ക അതിനകത്ത് അഭിനയിക്കുന്നു. പിന്നെ അതിനുശേഷം സാബിത്ക്ക കുറേ അഭിനയത്തിലേക്ക് ഇറങ്ങുന്നു. ആ സമയത്ത് ഇപ്പോൾ ഒരു 10-20 വർഷമായി ഉണ്ടാവില്ല, 20 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും. 20 വർഷത്തിന് 22-23 വർഷമായിട്ടുണ്ടാവും ആ പാട്ടിറങ്ങി. ഇത് ഫസ്റ്റ് ആൽബം തോന്നുന്നു അല്ലേ? എൻ്റെ അല്ല, ഫസ്റ്റ് ഒരു ജിമ്മെന്നു എൻ്റെ കയ്യും എൻ്റെ കയ്യും പ്രൈമറി ജലാലുണ്ടായിരുന്നത്. അതില് ഞാൻ ജിമ്മിൽ വന്ന് കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മസിൽ കൂടിയതായിട്ട് പ്രവീണാരാണ് ഡയറക്റ്റ് ചെയ്തത്. പക്ഷെ അത് സാബിക്കിന്റെ കൈയാണ് അതിന്റെ പിന്നിലുള്ളത്. അന്ന് സാബിക്കൊക്കെ ഫ്രാൻസ് റോഡിൽ എൻ്റെ സ്വന്തം ജിമ്മിൽ നിർത്തി. പിന്നെ അതിനുശേഷം അന്നേ ആ തെക്കേപ്പുറം മേഖലയിൽ എൻ്റെ ജിമ്മ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം കുറേ മൾട്ടി ജിമ്മുകൾ വന്നപ്പോൾ ആ ജിമ്മ് മേഖലയിൽ പിടിച്ചേക്കാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം ജിമ്മ് നിർത്തി വെച്ച്, അത്രേ ഉള്ളൂ. സാബിത്ക്ക് അത് മാത്രമല്ല കേട്ടോ. സാബിത്ക്ക പിന്നെ ദി പുട്ട് എന്ന് പറഞ്ഞ പാട്ടിൽ അഭിനയിച്ച്, പിന്നെ ചക്കര ചുണ്ടിൽ, പിന്നെ ഷാഫിൻ്റെ വർക്കിൽ അഭിനയിച്ചിട്ടുണ്ട്, അൻവറിനോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് അഭിനയിച്ചിട്ടുള്ള ആ പാട്ടുകളൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും ഈ പാട്ടിലൊക്കെ സാബിത്ക്ക് ഉണ്ടോയെന്നുള്ളത് അറിയും. അതായത് ഹിറ്റ് പാട്ടുകൾ എല്ലാം ഹിറ്റ് പാട്ടാണ്. എനിക്കൊണ്ട് 8-9 പാട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ജലാൽ, ഷാഫി, അൻവർ ബന്ധം ഉണ്ടായതിനെ കൊണ്ട് ഹിറ്റ് പാട്ടിൽ മാത്രമാണ് എന്നെ വിളിച്ചത്. അതിൽ കനകാംബരമാണം എന്ന് പറഞ്ഞ പാട്ടിൽ അതിൽ ഞാൻ തീവ്രവാദിയായിട്ടാണ്. കാരണം ജലാലിൻ്റെ, ഷാഫിൻ്റെ, അൻവറിൻ്റെ ഗ്ലാമർ നോക്കുമ്പോൾ ഞാൻ തീവ്രവാദി ആവാനുള്ള ലുക്കുള്ളൂ. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ. അതെ അതെ അതെ. എൻ്റെ 1-2 ഫ്രണ്ട്സുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ട് സനോവർ ഒന്നിപ്പോൾ ഒരു സിനിമയിൽ ഒരു സെക്കൻഡ് ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വളർച്ചയ്ക്ക് പിന്നിൽ അന്ന് ജലാലാണ്. കാരണം വെച്ചാൽ അന്ന് ഫസ്റ്റ് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത് അതാണ്. സനോവർ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ പറഞ്ഞ മാതിരി എന്താ പറയുക, സെക്രിയ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്. അതെ. ആ അപ്പോൾ അന്നത്തെ എന്നാലും അൻവറിൻ്റെ ഒരു വിനീത് ശ്രീനിവാസൻ പാടിയ ഒരു മുത്ത് എന്ന് പറഞ്ഞ ആൽബത്തിനുണ്ട്, ഒരു ആൽബമുണ്ട്. അപ്പോൾ പറയുമ്പോഴാണ് ഓർമ്മ വരുന്നത്. പിന്നെ നിങ്ങളെ മാതിരി ആ ഒരു മേഖല വിട്ടു പോകേണ്ടി ഓർമ്മ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടെ പിന്നെ ഒരു പെങ്ങളുടെ 4 ആംഗളന്മാര് അല്ലേ? അതെ, അങ്ങനെ ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ കോഴിക്കോട്ടങ്ങാടിയിൽ എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു സഹായമായിട്ട് സാബിത്ക്കൻ്റെ അടുത്ത് എത്തിയിട്ട് അന്ന് മുതൽ ഉണ്ടായിട്ടുള്ളൊരു ബന്ധമാണ് സാബിത്ക്കൻ്റെ അടുത്ത്. റഫീഖാക്കെയാണ് എനിക്ക് പരിചയപ്പെടുത്തിയിരുന്നത്, പുതിയ പാലം. അതിനുശേഷം സാബിത്ക്കയുടെ വൈഫ് എൻ്റെ ക്ലാസ്മേറ്റാണ്. എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ എനിക്ക് ഒരുപാട് പരിഗണനകൾ തന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇന്നും ആ ഒരു കാര്യത്തിൽ എൻ്റെ കുടുംബം സാബിക്കയായിട്ട് ബന്ധപ്പെട്ടിട്ട് കടപ്പാടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം സാബിത്ക്ക അന്ന് ഒരു ബോഡി ബിൽഡർ ആയതുകൊണ്ടാണ് ഈ പാട്ടിൽ. ഞാൻ ബോഡി ബിൽഡർ അല്ല, അന്ന് ഞാൻ ജിമ്മ് കളിക്കുന്നുള്ളൂ. പിന്നെ സ്വന്തമായിട്ട് ജിമ്മ് നടത്തുന്നത് ഞാൻ ആ ഒരു അറിവ് വെച്ചിട്ട് ഒരു 4 ബോഡി ബിൽഡർമാരുണ്ടാക്കി. ഒന്ന് യാസർ, ഷഹീർ, മക്ബൂൽ, ആലിക്കോയ. പക്ഷേ ഇന്ന് ആ ഫീൽഡിൽ യാസറും മക്ബൂലും ആ ഫീൽഡിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. യാസർ അതിൽ ഒരുപാട് മെച്ചപ്പെട്ടു പോയി. കാരണം ഞാൻ ഒരു വഴി ഒരുക്കിയേ മാത്രമേ ഉള്ളൂ. ബാക്കി ഓരോ കൈകൊണ്ടാണ് കയറിപ്പോയത്. ഞാനാണ് ഇങ്ങനെ കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. ബാക്കി പഠിച്ചവൻ്റെ കൃപയിൽ ഓരോ കൈകൊണ്ടാണ് കയറിപ്പോയി. ഇന്ന് അറിയപ്പെടുന്ന ഒരു എന്താ പറയുക കോച്ച്, നാഷണൽ ലെവലിൽ കോച്ചാണ്. കാരണം ഒരുപാട് ആൾക്കാരെ വളർത്തിയിട്ടുണ്ട് യാസർ. പിന്നെ മക്ബൂൽ അതേമാതിരി കോച്ചാണ്. മക്ബൂലിനെ പിന്നെ അങ്ങനെ പ്രത്യക്ഷത്തിൽ അങ്ങനെ ആരും കാണില്ല, പക്ഷേ ഓനും അതുകൊണ്ടാണ് ജീവിക്കുന്നത്.
ഈ സാബിത് ഖാനെ കുറിച്ചിട്ട് വേറൊരു കാര്യം പറഞ്ഞില്ല. കോഴിക്കോട് സിറ്റിക്കകത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു പരിചയമില്ലാത്ത ആളുകൾ ഒരിക്കലെങ്കിലും ഈ ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടാവും. കാരണം കോഴിക്കോടത്തെ മൊത്തം നഗരങ്ങളിൽ മൊത്തം കടകളിൽ ഇടയ്ക്ക് ഇങ്ങനെ സന്ദർശനം നടത്തിയിട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും സാബിത് ഖാൻ അന്ന് ജിംനേഷ്യമാണ് നടത്തിയതെങ്കിലും പാട്ടിലേക്ക് അഭിനയിക്കുമായിരുന്നുവെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് പക്ക ബിസിനസ്സിലേക്ക് ഇറങ്ങി. കോഴിക്കോട് നഗരത്തെ എന്താ പറയുക, കുളിർപ്പിക്കാൻ, തണുപ്പിക്കാൻ, ദാഹമകറ്റാൻ ഈ മിനറൽ വാട്ടറിൻ്റെ അല്ലേ, അതായത് ഒരു ബ്രാൻഡ് ഞാൻ ചെയ്യുന്നുണ്ട്. അന്ന് ഇന്ന് ഒരു ബ്രാൻഡ് തന്നെ ചെയ്യുന്നത് വാൾട്ടേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. എൻ്റെ മദറുമായിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ട് ഈ പൊസിഷനിലേക്ക് എത്തിച്ചത്. ലാസ്റ്റ് ആൽബത്തിൽ അഭിനയിക്കുന്ന ടൈമിൽ ഞാൻ ജലാലിനെ പറഞ്ഞു, ജലാലെ ഇനി എന്നെ വിളിക്കരുത്. കാരണം വെച്ചാൽ കാരണം വെച്ചാൽ എനിക്ക് പറ്റാനില്ല, അതിൽ കഴിച്ചിലാവില്ല എന്ന് വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ അതിന് മുന്നേ ഈ ഒരു ഫീൽഡിൽ സെയിൽസ്മാൻ ആയിരുന്നു പെപ്സിയിൽ. പിന്നെ കൊക്കോല കമ്പനി ISR ആയി. പിന്നെ സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് തുടങ്ങുമ്പോൾ അതിൽ ഫുൾ ടൈം നിൽക്കുന്നതുകൊണ്ട് എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ ശേഷം നല്ലൊരു ഫിലിമിൽ എന്നെ നല്ലൊരു ചാൻസിലേക്ക് വിളിച്ച് ഈ പരിപാടി തുടങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ എന്താ പറയുക നിൽക്കാൻ പറ്റില്ല. അത് വലിയൊരു നഷ്ടമാണ്. കാരണം വെച്ചാൽ നാദ്രസിൻ്റെ കൂടെ വലങ്കയായിട്ട് ഒരു നല്ല ക്യാരക്ടറോളായിരുന്നു. പക്ഷേ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു ഫീൽഡിൽ അതിനെനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ നല്ലൊരു ബിസിനസ് പടുത്ത് തീർത്തിട്ടുണ്ട്. എൻ്റെ കീഴിൽ ഒരു 10-15 ആൾക്കാർ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഈ വെള്ളത്തിൻ്റെ ഫീൽഡിൽ ഞാൻ ഒരു അഹങ്കാരം പറയല്ല, എൻ്റെ മാതിരി ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഇല്ല. കാരണം ഞാൻ അത്രയും ടേൺ ഓവർ ചെയ്യുന്നുണ്ട്. സാബിത് ഖാനെ ഞാൻ കാണുമ്പം രാവിലെ മുതൽ വെയിൽ കൊണ്ട് വൈകുന്നേരം വരെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിന് തുടക്കമിട്ട് കുറച്ച് വർഷങ്ങൾ വേർപ്പൊഴിക്കുക. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ ഇന്ന് കഷ്ടപ്പെട്ട നാളെ എനിക്ക് SCയിലിരിക്കാം. ഇന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അത് കണ്ട്. കാരണം അന്ന് ആ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് ആ ഒരു ബിസിനസ് മേഖലയിൽ സാബിത് ഖാൻ വിജയം കൊഴുതെന്ന് തന്നെ പറയാം. എന്നിട്ടിപ്പം SCയിലിരിക്കണതിൻ്റെ കണ്ണുകൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പ്രയത്നിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാൻ ബാക്കിയുള്ളവർ നാളെ ഉണ്ടാവും. അപ്പോൾ അതിൽ സാബിത് ഖാൻ്റെ അന്നത്തെ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ചെയ്യുമെന്നുള്ളത് സാബിത് ഖാൻ്റെ ഒരു പോളിസിയാണ്. പിന്നെ അതിനിടയ്ക്ക് ഒരു ടിസ്റ്റ് ഉണ്ടായി. ഞാൻ പറഞ്ഞേ, ഒരു 30 വർഷം മുന്നാണ്, എൻ്റെ വയസ്സ് ഞാൻ പറയുന്നില്ല, എന്നാലും 30 വർഷം മുന്നാണ് ജിം ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. കളിക്കാനും സ്വന്തമായിട്ട് തുടങ്ങാനും കുറേ വർഷങ്ങൾക്ക് ശേഷം സ്വന്തമായിട്ട് തുടങ്ങി. അതൊരു ശരിക്കും പറഞ്ഞാൽ 2007 ജിം ഒഴിവാക്കുന്നത്. അപ്പോൾ പിന്നെ ഈ മേഖല തുടങ്ങിയപ്പോൾ ഇന്നിപ്പോൾ ഈ ജിം ഫീൽഡിലേക്ക് വീണ്ടും തിരിച്ചു കയറാൻ കാരണം ഒരു 5 വർഷം മുന്നേ എനിക്ക് തോന്നി ഞാനൊന്ന് ഈ ജിം ഫീൽഡിൽ നിൽക്കണം, ഒന്ന് അറിയപ്പെടണം. അതിൽ 4 ആൾക്കാർക്ക് ഈ ജിം എന്നുള്ള അറിവ് എന്ന് പറയുമ്പോൾ നമ്മളെ ഹെൽത്താണ്. അതായത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ആരോഗ്യമാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ആരോഗ്യം വേണമല്ലോ. നമുക്ക് കുറേ കഴിവുകളുണ്ടായിട്ട് ഈ ആരോഗ്യമില്ല ഞാൻ എന്ത് ചെയ്യും. അപ്പോൾ ആരോഗ്യ മേഖലയിലേക്ക് ശ്രദ്ധിക്കാൻ കാരണം ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിലേക്ക് പോവാം എന്നുള്ളത് മാത്രം കൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാനെന്ന വ്യക്തി വഴിമാറി ഞാനൊരു ഗുഡ്സിലാണ് ഈ പരിപാടി തുടങ്ങുന്നത്. സ്വന്തമായിട്ടൊരു ഗുഡ്സ് തുടങ്ങി ഒരു 6 മാസം വരെ ആളെ വെച്ച് ഇന്നിപ്പോൾ ഞാനൊന്നും ചെയ്യാണ്ട് ചിലവ് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ സംഭവമൊന്നുമല്ല, എങ്കിലും മിനറൽ വാട്ടർ വെക്കുന്നല്ലേ, 100 രൂപേൻ്റെ വെള്ളം വിറ്റ് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നുള്ള അറിയാമല്ലോ. പക്ഷേ ആ സംരംഭത്തിൽ ഇതാണ്. പക്ഷേ 6 കൊല്ലം മുന്നേ ഞാനിങ്ങനെ മാറാൻ കാരണം ഇന്ന് സമൂഹത്തിൽ ഒരുപാട്, അതായത് ഞാൻ പറയാം, ഞാൻ ഈ ജിമ്മ് കളിക്കുന്ന ടൈമിൽ ഞാൻ അന്ന് എനിക്ക് 20 വയസ്സാണ്. 20 വയസ്സുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളൊക്കെ ഒരു 10 വയസ്സ് 12 വയസ്സ് ആ മക്കളൊക്കെ. പിന്നെ അതേമാതിരി ഞാൻ തുടങ്ങിയ മേഖലയിൽ കുറേ ആൾക്കാർ എന്നെ കാണുമ്പോൾ എന്നോട് വന്നിട്ട് ഇങ്ങനെ ഇഷ്ടപ്പം കൊണ്ട് പറയും. കാരണം കാണുമ്പോഴുള്ള ഒരു 2 കാര്യമാണ്. ആ ജിമ്മ് കളിക്കൊണ്ട് ഇന്നും ഞാൻ ആ ആരോഗ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ വയസ്സ് അപ്പോൾ അറിയാമല്ലോ എത്രയാണെന്നുള്ളത്. അന്ന് വളരുന്ന എല്ലാ യുവാക്കളും ഇന്നിപ്പോൾ ഒരു തെറ്റിലേക്ക് പോകാണ്ട് 100% എനിക്ക് പറയാം. ഞാൻ ഇതിന് മുന്നേ ഒരു പ്രസംഗത്തിൽ പറഞ്ഞാണ്. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന ഏരിയയിലുള്ള ഒരാളും എന്താ ഒരു മയക്കുമരുന്നോ മറ്റുള്ള രീതിയിലേക്ക് പോയിട്ടില്ല. കാരണം എല്ലാവരും കണ്ണാടി മുന്നോട്ട് ആരോഗ്യം നോക്കുമ്പോൾ ഒരു പുകവലിക്ക് പോലും മുന്നോട്ട് പോകാൻ തോന്നില്ല. പക്ഷെ ഞാനൊരു 10 കൊല്ലം മാറുന്നു. ഞാൻ മാറിയതുകൊണ്ടല്ല കേട്ടോ, സമൂഹം ക്രമേണ മാറി. ഇന്നിപ്പോൾ ഇന്നത്തെ തലമുറ കംപ്ലീറ്റ് ചെറിയ കുട്ടികൾ വരെ പല MDMA മറ്റുള്ള ഞാൻ കണ്ടിട്ട് പോയില്ല ഇവിടെ വെക്കുന്ന വേറെ എന്തൊക്കെ സാധനങ്ങൾ അതിനൊക്കെ അടിമപ്പെട്ടു. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ സങ്കടം എന്താണോ, എൻ്റെ ഒരു മോന് വളരുന്നുണ്ട്. എൻ്റെ മോന് ഷാമിൽ ഇന്ന് വരെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ പേടിയാണ്. എൻ്റെ മോനാണ് ഇപ്പോൾ സമൂഹത്തിൽ ഇപ്പോൾ ഞാൻ പല മേഖല നിന്നുകൊണ്ട് എല്ലാവരും അറിയുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ കുറച്ച് ധൈര്യമൊക്കെ ഉള്ള ആളാണ്. പക്ഷേ എൻ്റെ മോന് അങ്ങനെ വന്നോളന്നില്ലല്ലോ. അപ്പോൾ ഓൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ട് അങ്ങനെ അടിമപ്പെട്ടെന്ന് പേടി ഇന്നും എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ 5 വർഷം മുന്നേ ഈ സംഭവം മാറി ജിം ഫീൽഡിൽ കയറി. ഇന്നിപ്പോൾ ഞാനില്ലെങ്കിൽ പരിപാടി നടക്കും, എൻ്റെ ബിസിനസ് നടക്കും. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട്, കാരണം ഈ പരിപാടി നോക്കണോ, പുലർച്ചെ കഴിഞ്ഞ് കളിച്ച് ഞാൻ ഒരു 2024 മിസ്റ്റർ കാലിക്കറ്റായി, മിസ്റ്റർ കേരള, മിസ്റ്റർ ഇന്ത്യ 6ാമനായി. അപ്പോൾ അത് ശരിയ കാര്യമില്ല. കാരണം അത് കുറഞ്ഞ കാലം കൊണ്ടുണ്ടാക്കിയ സംഭവം. അപ്പോൾ ഒരുപാട് ആൾക്കാർ മിസ്റ്റർ ഇന്ത്യക്ക് പോകാറുള്ള 60-70 ആൾക്കാരായിട്ട് മത്സരമാണ് ഇന്ത്യയിൽ 6ാമനാവുന്നത്. അത് കഷ്ടപ്പാടുകൊണ്ട് തന്നെയാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ബിസിനസ് തന്നെയാണ് എല്ലാം.
കാരണം വെച്ചാൽ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, കുറേ മുന്നേ ആഗ്രഹമുണ്ട് സ്വന്തമായിട്ട് ഒരു ജിമ്മ് തുടങ്ങണമെന്നുള്ളത്. ജിമ്മ് തുടങ്ങാന്ന് പറഞ്ഞാൽ ഇന്ന് ജിമ്മ് തുടങ്ങാൻ വർഷം ഈ അത്രയും ഫണ്ട് വേണം, കോടിക്കണക്കിന് റുപ്യ വേണം, എന്നാലേ അത്രയും ഉള്ളൂ. അപ്പോൾ അതിന് എന്തായാലും എൻ്റെ മേഖലയിൽ നിന്ന് അത്രയും ഫണ്ട് എടുത്ത് തുടങ്ങാനില്ല. അപ്പോൾ അറിയപ്പെട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഫണ്ടായിട്ട് വരുന്നുള്ള ഒരു പ്രതീക്ഷയാണ്. എൻ്റെ പ്രതീക്ഷ ഒന്നും ഒരിക്കലും തെറ്റില്ല. കാരണം ഞാൻ പറഞ്ഞേ, ഞാൻ പ്രതീക്ഷിക്കാണ്ട് മിസ്റ്റർ ഇന്ത്യ 6-ാമനായി. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് വിധി ഉണ്ടെങ്കിൽ അല്ല പോയിട്ട് ഇങ്ങനെ ഒരു സംരംഭം എൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ബോൺസർ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ചുമതല ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി പിന്നെ മൈജീൻ്റെ ഒരു ഇനോഗ്രേഷനിൽ മൊത്തം വീഡിയോയിൽ സാബിത് ഖാനെ കാണാൻ പറ്റിയിട്ടുണ്ട്. എന്താണോ സാബിത് ഖാൻ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വം അത് ഭംഗിക്ക് ചെയ്യും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു സംഘടനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ചുമതല വഹിക്കുന്നത്. ഈ മൈജി എന്ന വലിയൊരു സ്ഥാപനത്തിൻ്റെ ആ ഇനോഗ്രേഷന് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന 2 വ്യക്തികളെ വന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് ഇത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഉണ്ടാകാനോടേക്ക് എന്നെ ഫ്രണ്ടിലിട്ടത് അത്രേ ഉള്ളൂ. അപ്പോൾ അന്ന് ചെയ്ത ആ ഒരു നല്ലൊരു രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയതുകൊണ്ട് അതിന് ശേഷം 2 ആഴ്ച കൊണ്ട് തന്നെ ആ ഇന്ത്യൻ ബൗൺസേഴ്സ് ഫെഡറേഷൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റായി ഞാൻ മാറി. അടിപൊളി. എന്തായാലും കാലം മാറുന്നതിനനുസരിച്ചിട്ട് സാബിത് ഖാൻ തിരഞ്ഞെടുക്കുന്ന ഓരോ മേഖലകൾ അടിപൊളിയാണ്. സാബിത് ഖാൻ കോഴിക്കോട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ്. നമ്മളെപ്പോലത്തെ കലാകാരന്മാർ എനിക്കും ഷാഫിക്കും കമ്മത്തിനും അതുപോലത്തെ ഒരുപാട് സുഹൃത്ത് വലയങ്ങൾക്ക് നിങ്ങൾ പ്രിയപ്പെട്ട ഒരാളാണ്. അതിനേക്കാൾ അപ്പുറത്ത് ഞാൻ പഠിച്ച സാമൂഹ്യ സ്കൂളിൻ്റെ അടുത്ത് ഞാൻ ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടിരുന്ന റഫീഖ നമ്മളെ കൗൺസിലറായിട്ട് മത്സരിച്ച ആളാണ്. പിന്നെ മൂപ്പരാണ് നിങ്ങളായിട്ടുള്ള ആ ഒരു കണക്ഷൻ തന്നത്. ഇന്നും ആ ഒരു സുഹൃത്ത് ബന്ധം നിലനിർത്താനും സൊറാവിത്ത് ജലാൽ മാഗ്നസിൽ ദി പുട്ടാണെങ്കിലും അതിലുപരി ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞത് കല്ലായിലൊരു പെണ്ണുണ്ടെന്നുള്ള പാട്ടിലും സാബിക്കുണ്ട്. അതാ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞത് ജലാലിൻ്റെ ഷാഫിൻ്റെ അൻവറിൻ്റെ ഇറ്റ ആൽബത്തിലൊക്കെ ഞാൻ ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എന്നെ തിരിച്ചറിയാമെന്നറിയില്ല. ഇതിൽ എന്താ വിഷയം അറിയോ, നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ മറ്റ് സമൂഹത്തിലോ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിലൊരു നമ്മൾ ഒന്ന് ബെനിഫിറ്റ് പറ്റാണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് പഠിച്ചത് വേറെ എന്തെങ്കിലും ചെയ്തെന്നുള്ള വിശ്വാസത്തിന് അത്രയും കാലം പോയി എനിക്കൊരു വാള് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ബെനിഫിറ്റ് ആഗ്രഹിക്കുന്നു, പക്ഷേ നമുക്ക് വേറെ നിലവിൽ വരും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ പലതും മാറ്റി വെച്ച് വേണം ചെയ്യാൻ. അപ്പം നമ്മളെ പറ്റുള്ളൂ. ഒന്ന് പ്രതീക്ഷിക്കാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ നമുക്ക് പഠിച്ചൊന്നും തരുന്നതല്ല, അങ്ങനെ വന്നിരിക്കും. 100% കയറാണ്. ദൈവം എന്ന് പറഞ്ഞാൽ അത്രയും കഴിവുള്ള ആളല്ലേ, മനുഷ്യർക്ക് എന്ത് വേണം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നാലും സൊറാവിത്ത് ജലാൽ മാഗ്നസിൽ എന്നോടൊപ്പം സാബിത് വെള്ളയിൽ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. ഈ സുഹൃത്തിനാണ് പരിചയപ്പെടുത്തി തന്നത്. ഈ പുട്ട് എന്ന പാട്ടിലും നില്ലടി കുയിലയിലും അതുപോലെ തന്നെ ചക്കരചുണ്ടിലും പിന്നെ മുത്ത് എന്ന് പറയുന്ന ആൽബത്തിലും ഷാഫിയോടൊപ്പം എന്നോടൊപ്പം അൻവറിനോടൊപ്പം ഒക്കെ അഭിനയിച്ച് ഇന്ന് കോഴിക്കോട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതിലുപരി ഒരു ബിസിനസ് കെട്ടിപ്പടുത്ത് അതിലൂടെ ഒരു വരുമാന മാർഗ്ഗം അധ്വാനത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം നമ്മുടെ അംജുക്കയുടെ കൂടെ പിന്നെ കാലിക്കറ്റ് മിസ്റ്റർ കാലിക്കറ്റ്, മിസ്റ്റർ കേരള, മിസ്റ്റർ ഇന്ത്യ 6-ാമൻ. ഈ 3 എന്താ പറയുക പുരസ്കാരങ്ങൾ നമ്മുടെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഒരുപാട് നന്മകൾ നേരുന്നു. വീണ്ടും ഈ ഒരു ബന്ധം എന്ന് നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കല്ലാലൊരു പെണ്ണിന് 2 പാട്ട് പാടിത്തരും. പുട്ട് പാടാം നമുക്ക്. ആയിക്കോട്ടെ. വേണ്ട മോനെ കളി വേണ്ട വല്ലാണ്ടായാലും ഞങ്ങളുടെ കഞ്ഞിൽ മണ്ണിട്ടാലും മണ്ണും കൂട്ടി അടിക്കുന്നോരാ വെള്ളം കണ്ടാൽ ആണിയടിക്കണ പൊട്ടത്തരമൊരു വരമാണെന്നോ വട്ട് പിടിച്ച് പണിഞ്ഞൊരു റുക്ക് കെട്ടിയതപ്പടി മൊല്ലാക്ക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ പാടുന്നല്ല ഇഷ്ടം, പാട്ട് കേൾക്കാൻ ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ മിസ്റ്റർ ഇന്ത്യ കാലിക്കറ്റും ഇന്ത്യയും കേരളയൊക്കെ ആവാൻ വേണ്ടിയിട്ട് എന്താ പറയുക വേദിയിലേക്ക് ഇറങ്ങാൻ അടുത്ത ലക്ഷ്യം നടക്കട്ടെ പ്രതീക്ഷയാണ്. ഈ കൊല്ലം ഇറങ്ങുന്നില്ല, അടുത്ത കൊല്ലം ഇറങ്ങുന്നുണ്ട്. മിസ്റ്റർ ഏഷ്യ, മിസ്റ്റർ വേൾഡിനൊക്കെ പോകണമെന്നുള്ള ആഗ്രഹമാണ്. ബാക്കി പഠിച്ചവൻ്റെ കയ്യിലാണ്. തീർച്ചയായിട്ടും. അപ്പം അഡ്വാൻസ് ആയിട്ട് സാബിത് ഖാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടിയെടുക്കാൻ കഴിവുള്ള ധൈര്യമുള്ള ഒരു വ്യക്തിയാണ്. ഈ പറഞ്ഞ 3 കാര്യങ്ങളും വരും വർഷങ്ങളിൽ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.